ഗുഡ് മോർണിംഗ് എവരിവൺ. പ്രൈസ് ഗോഡ്. എൻ്റെ പേര് മഞ്ജു. ദൈവത്തിന്റെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. യേശു ക്രിസ്തുവാണ് നമ്മളുടെ റിയൽ ഷെപ്പേർഡ്, ആട്ടിടയൻ അല്ലെ. യേശു നമ്മുടെ ആട്ടിടയൻ അല്ല എങ്കിൽ നമ്മളുടെ ജഡത്തിന്റെ സ്വഭാവം നമ്മുടെ ആട്ടിടയനായിട്ട് നമ്മളെ നയിച്ചുകൊണ്ടിരിക്കും. അല്ലെങ്കിൽ ജഡത്തിന്റെ സ്വഭാവത്തിലാണ് നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുന്നതെങ്കിൽ അത് പിശാചിന് നമ്മുടെ ജീവിതത്തിലേക്കുള്ള എൻട്രി പോയിന്റ് ആയിരിക്കും. അപ്പൊ പിശാച് നമ്മുടെ ആട്ടിടയനാവും അല്ലെ. അപ്പോൾ അങ്ങനെയാകുമ്പോൾ പിശാച് അല്ലെങ്കിൽ നമ്മുടെ ജഡത്തിന്റെ സ്വഭാവമാണ് നമ്മുടെ ആട്ടിടയനെങ്കിൽ നമ്മൾ ദൈവത്തിൽ എത്തിപ്പെടത്തില്ല അല്ലെ. അപ്പോൾ യേശുവിന് മാത്രമേ ഉള്ളൂ നമ്മളെ ആ റൈച്ചസ്നെസിന്റെ വഴി കൂടെ നടത്താൻ നമ്മൾ നടത്തത്തുള്ളൂ. യേശു മാത്രമേ ഉള്ളൂ നമ്മളെ എന്താ പറയാ പച്ചയായിട്ടുള്ള പുൽത്തടങ്ങളിലേക്കും പിന്നെന്താ പറയണേ സ്റ്റിൽ വാട്ടേഴ്സിലേക്കും കൊണ്ടുപോവുകയും നമ്മൾക്ക് റെസ്റ്റ് നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കി തരികയും എല്ലാം ചെയ്യുന്നത് യേശു മാത്രമേ ഉള്ളൂ അല്ലെ. അപ്പൊ അങ്ങനെയാകുമ്പോൾ യേശുവിന്റെ കൂടെ അല്ല മനുഷ്യരെങ്കിൽ, യേശുവിനെ അറിയത്തില്ല എങ്കിൽ അവർ എന്നും അവരുടെ ജീവിതത്തിന്റെ പ്രശ്നങ്ങളിൽ കൂടെ ഇങ്ങനെ കടന്നു പോയിക്കൊണ്ട് തന്നെ ഇരിക്കുക തന്നെ ചെയ്യും അല്ലെ. അപ്പോൾ നമ്മളോട് ദൈവം പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് യേശു ക്രിസ്തുവാണ് സകല വിധത്തിലുള്ള പ്രശ്നങ്ങൾക്ക് സൊല്യൂഷൻ ആയതുകൊണ്ട് നമ്മള് ലോകത്തിൽ കാണുന്ന മനുഷ്യരോട് എന്താ പറയുക ഗോസ്പല് പറയുക അല്ലെ, ഗോസ്പല് ഷെയർ ചെയ്യുക. യേശു ആരെന്നുള്ള കാര്യം അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കുക, അവരെയും കൂടെ ദൈവത്തിന്റെ രാജ്യത്തേക്ക് കൊണ്ടുവരിക. അത് നമ്മളോട് ദൈവം പറഞ്ഞിരിക്കുന്ന ഒരു കമാൻഡ്മെന്റ് ആണ് അല്ലെ. അപ്പൊ നമ്മൾ ഫോളോ ചെയ്തേ പറ്റത്തുള്ളൂ. മനുഷ്യരെ കാണുമ്പോൾ യേശുവിന് സഹതാപവും ആണ് അവരോട് തോന്നിക്കൊണ്ടിരുന്നത്. യേശു അവരെ പറ്റി വിചാരിക്കുന്ന ഇങ്ങനെ, അവര് എന്താ പറയാ ആട്ടുംകുഞ്ഞുങ്ങളെ പോലെ അല്ലെ, ഒരു ആട്ടിടയൻ ഇല്ലാത്ത ആട്ടുംകുഞ്ഞുങ്ങളെ പോലെയാണ് അവരുടെ സിറ്റുവേഷൻ അല്ലെ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതാണ് ഇന്നത്തെ ടോപ്പിക്ക്, ഗോസ്പൽ ഷെയർ ചെയ്യുക അല്ലെ. മുമ്പോട്ട് പോകുന്നതിന് മുമ്പായിട്ട് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. പ്രാർത്ഥിച്ചതിന് ശേഷം നമുക്ക് സംസാരിക്കാം. കർത്താവേ, സമയത്തിന് നന്ദി പറയുന്നു. അങ്ങയുടെ സ്നേഹം പോലത്തെ സ്നേഹമില്ല. താങ്ക് യു ജീസസ് മാസ്റ്റർ. ഞങ്ങളെ തേടിയെത്തിനായിട്ട് നന്ദി പറയുന്നു. ഞങ്ങൾ ആട്ടുകുഞ്ഞുങ്ങളെ പോലെ കർത്താവേ, ആട്ടിടയില്ലാത്ത ആട്ടുകുഞ്ഞുങ്ങളെ പോലെ ആയിരുന്നു. പക്ഷെ അങ്ങയുടെ സ്നേഹം ഞങ്ങൾ തേടിയെത്തിയപ്പോൾ ഇന്ന് ഞങ്ങൾക്ക് ജീവിതമുണ്ട്, ജീവനുണ്ട്. ഞങ്ങൾ സ്വർഗത്തിന്റെ രാജ്യത്താണ് ഞങ്ങൾ ഇന്ന്. ശാന്തിയുണ്ട്, സമാധാനമുണ്ട് കർത്താവ് ഞങ്ങൾക്ക്. കാരണം അങ്ങ് ഞങ്ങളുടെ കൂടെയുണ്ട്. അങ്ങയുടെ ചിറകിലാണ് ഞങ്ങൾ ഇന്ന് വസിക്കുന്നത്. താങ്ക് യു ജീസസ് മാസ്റ്റർ. അങ്ങ് ചെയ്തു തന്നതിനായിട്ട് എല്ലാം നന്ദി പറയുന്നു. ജോസഫ് കാൽവരിക്കായിട്ട് നന്ദി പറയുന്നു. ഹോളി സ്പിരിറ്റ് ഗോഡിന് നന്ദി പറയുന്നു. പിതാവേ, അങ്ങയുടെ സ്നേഹത്തിന് നന്ദി പറയുന്നു. ഞങ്ങളുടെ ഹൃദയത്തെ പ്രിപ്പയർ ചെയ്യണമെന്നും ഞങ്ങളുടെ ഹൃദയത്തോട് സംസാരിക്കണമെന്ന് അപേക്ഷിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ആമേൻ. നമുക്ക് ഇന്ന് മാർക്കോസ് എഴുതിയ സുവിശേഷത്തിലേക്ക് പോകാം. മാർക്കോസിന്റെ 6-ാമത്തെ ചാപ്റ്ററിന്റെ 30 തൊട്ട് 34 വരെയുള്ള വാക്കുകൾ പെട്ടെന്ന് ഒന്ന് വായിക്കാം. മാർക്കോസ് എഴുതിയ സുവിശേഷത്തിന്റെ 6-ാമത്തെ ചാപ്റ്ററിന്റെ 30 തൊട്ട് 34 വരെയുള്ള വാക്കുകൾ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു. പിന്നെ അപ്പോസ്തലന്മാർ യേശുവിന്റെ അടുക്കൽ വന്നു കൂടി തങ്ങൾ ചെയ്തത് ഉപദേശിച്ചതും എല്ലാം അറിയിച്ചു. വരുന്നവരും പോകുന്നവരും വളരെ ആയിരുന്നതിനാൽ അവർക്ക് ഭക്ഷിപ്പാൻ പോലും സമയം ഇല്ലായ്കകൊണ്ട് അവൻ അവരോട്, നിങ്ങൾ ഒരു ഏകാന്ത സ്ഥലത്ത് വേറിട്ട് വന്നു അല്പം ആശ്വസിച്ചു കൊള്ളുവിൻ എന്ന് പറഞ്ഞു. അങ്ങനെ അവർ പടകിൽ കയറി ഒരു ഏകാന്ത സ്ഥലത്തേക്ക് വേറിട്ടുപോയി. അവർ പോകുന്നത് പലരും കണ്ട് അറിഞ്ഞ് എല്ലാവരും പട്ടണത്തിൽ നിന്നും കാൽനടയായി അവിടേക്ക് ഓടി അവർക്ക് മുമ്പേ എത്തി. അവൻ പടകിൽ നിന്ന് ഇറങ്ങിയാറെ വലിയ പുരുഷാരത്തെ കണ്ടു. അവർ ഇടയനില്ലാത്ത ആടുകളെപ്പോലെ ആകിക്കൊണ്ട് അവരിൽ മനസ്സലിഞ്ഞു പലതും ഉപദേശിച്ചു തുടങ്ങി. അപ്പൊ യേശുവിന് മനുഷ്യരെ കാണുമ്പോൾ അവരുടെ ഹൃദയത്തിന്റെ അവസ്ഥ, അവരുടെ സ്പിരിച്വൽ ആയിട്ടുള്ള അവസ്ഥ, അവരുടെ സ്പിരിറ്റിന്റെ, അവരുടെ ആത്മാവിന്റെ അവസ്ഥ എല്ലാം കാണാൻ പറ്റില്ല. പുറത്തുനിന്ന് നോക്കുമ്പോൾ ഇപ്പൊ നമ്മുടെ കണ്ണുകൊണ്ട് ആൾക്കാരെ നോക്കുമ്പോൾ പ്രത്യേകിച്ച് നമുക്കൊന്നും തോന്നത്തില്ലല്ലേ. നമ്മളുടെ കണ്ണുകൊണ്ട്, ഫിസിക്കൽ ആയിട്ടുള്ള കണ്ണുകൊണ്ട് നമ്മൾ നോക്കുമ്പോൾ അവരിട്ടിരിക്കുന്ന വസ്ത്രത്തിന്റെ മഹിമ, അല്ലെങ്കിൽ അവരുടെ എന്താ പറയാ സ്റ്റാറ്റസ് എങ്ങനെയാണ് അല്ലെ, അങ്ങനത്തെ കാര്യങ്ങൾ പുറമേയുള്ള കാര്യങ്ങളെ പറ്റി അറിയാൻ പറ്റത്തുള്ളൂ. പക്ഷെ ദൈവം യേശുക്രിസ്തു തന്റെ കണ്ണുകൾ കൊണ്ട് മനുഷ്യരെ നോക്കുമ്പോൾ കാണുന്നത് അവരുടെ ആത്മാവിന്റെ സ്ഥിതി എന്താണെന്നുള്ള, അവരുടെ ഹൃദയത്തിൽ നടക്കുന്ന കാര്യം എന്താണ്, അവര് എങ്ങനെ തരത്തിലുള്ള ബന്ധനങ്ങളിലാണ് എന്നുള്ള കാര്യമാണ് യേശുവിന് മനസ്സിലാകുന്നത് അല്ലെ. അപ്പൊ യേശു മനുഷ്യരെ നോക്കുമ്പോൾ അല്ലെ, ഇന്നും അങ്ങനെ തന്നെ സ്വർഗത്തിൽ നിന്ന് ഈ ലോകത്തിലേക്ക് നോക്കുമ്പോൾ ദൈവം പറയുന്ന കാര്യം ഇതായിരിക്കും, ഇങ്ങനെ വിചാരിക്കുന്ന കാര്യം ഇതായിരിക്കും, ഇവര് ആട്ടുകുഞ്ഞുങ്ങളെ പോലെ, ആട്ടിടയനില്ലാതെ ആട്ടുകുഞ്ഞുങ്ങളെ പോലെയാണ്
പറഞ്ഞില്ല. അപ്പൊ അങ്ങനെ തന്നെയാണ് മത്തായി സുവിശേഷം 9-ാമത്തെ ചാപ്റ്ററിലേക്ക് പോകുമ്പോഴും നമുക്ക് ഇങ്ങനെ കാണുന്നു. 35 തൊട്ട് 36 വരെയുള്ള വാക്കുകൾ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്. യേശു പട്ടണം തോറും ഗ്രാമം തോറും സഞ്ചരിച്ചു അവരുടെ പള്ളികളിൽ ഉപദേശിച്ചു, രാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിച്ചു, സകല വിധ ദീനവും വ്യാധിയും സൗഖ്യമാക്കുകയും ചെയ്തു. അവൻ പുരുഷാരത്തെ ഇടയനില്ലാത്ത ആടുകളെ പോലെ കുഴഞ്ഞവരും ചിന്നിയവരുമായി കണ്ടിട്ട് അവരെക്കുറിച്ച് മനസ്സിലഞ്ഞ് തന്റെ ശിഷ്യന്മാരോട് 37-38 വായിക്കുക. കൊയ്ത്ത് വളരെ ഉണ്ട്, സത്യം, വേലക്കാരോ ചുരുക്കം. ആകയാൽ കൊയ്ത്തിന്റെ യജമാനോട് കൊയ്ത്തിലേക്ക് വേലക്കാരെ അയക്കേണ്ടതിന് യാചിപ്പൻ എന്ന് പറഞ്ഞു. അല്ലെ? അപ്പൊ മനുഷ്യരെ ദൈവം നോക്കുമ്പോ കാണുന്നത് ഇങ്ങനെ, അവരുടെ ആത്മാവ് എത്രമാത്രം കുഴഞ്ഞിരിക്കുന്നു, അല്ലെ, എത്രമാത്രം ചിന്നിച്ചിതറി നടക്കുന്ന ഒരാള് എന്നുള്ള കാര്യത്തെപ്പറ്റിയാണ് ദൈവം പറഞ്ഞത്. അപ്പൊ ആട്ടുകുഞ്ഞുങ്ങളോടാണ് മനുഷ്യരെ ദൈവം ഉപമിക്കുന്നത്. അപ്പൊ അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാല് ആട്ടുകുഞ്ഞുങ്ങൾ എന്ന് പറയുമ്പോ അവർക്ക് എന്താ പറഞ്ഞ, അവരെ നയിക്കണം, ആരെങ്കിലും നയിക്കണം, അല്ലെ, അവർക്ക് ആരെങ്കിലും ഭക്ഷണം കൊടുക്കണം, അല്ലെ. ആട്ടുകുഞ്ഞുങ്ങൾ നയിച്ചില്ലെങ്കിൽ അവര് പോകുന്നത് അവർക്ക് തോന്നുന്ന വഴി കൂടെ ആയിരിക്കും, അല്ലെ. അപ്പൊ അവർക്ക് റീച്ച് ചെയ്യേണ്ട സ്ഥലത്ത് അവര് കറക്റ്റ് ആയിട്ടുള്ള റൂട്ടിൽ കൂടെ പോരാ അവർക്ക് അറിയത്തില്ല. കാരണം അവർക്ക് അങ്ങനെ മനസ്സിലാക്കാനുള്ള ബുദ്ധിയില്ല. അവരെ ആരെങ്കിലും നയിക്കണം, അല്ലെ. അവർക്ക് ഭക്ഷണം സമയത്ത് കൊടുക്കണം, അവർക്ക് വെള്ളം സമയത്ത് കൊടുക്കണം. അല്ലെങ്കിൽ അവര് ചെന്നെത്തിപ്പെടുന്ന സ്ഥലങ്ങള് അത് അവരുടേതായിട്ടുള്ള രീതിയിൽ കൂടെ അവരങ്ങോട്ട് ഒരു ആട്ടിൻകുഞ്ഞിനെ അങ്ങനെ അയച്ചു വിട്ട് കഴിയുമ്പോൾ നമുക്കറിയാൻ പറ്റില്ല. പറമ്പിൽ കൂടെ എല്ലാം ഓടി നടക്കും, അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും പോയി വല്ല പൊട്ടക്കിണറ്റിൽ ചെന്ന് ചാടും. അങ്ങനെയൊക്കെയാണ് അതുങ്ങൾ ചെയ്യാൻ പോകുന്നത്, അല്ലെ. അതുപോലെ തന്നെയാണ് സ്ഥിതി, മനുഷ്യരുടെ സ്ഥിതിയും എങ്ങനെയാണ്. മനുഷ്യരെ പുറമേ നിന്ന് നോക്കുമ്പോ അല്ലെങ്കിൽ അവര് സ്വന്തം ഇഷ്ടപ്രകാരം അവർ പറയും ഞങ്ങൾ വലിയ ആൾക്കാരാണെന്നൊക്കെ പറയുകയൊക്കെ ചെയ്യുമെങ്കിൽ പോലും, പക്ഷെ ദൈവത്തെ സംബന്ധിച്ചിടത്തോളം ദൈവം നോക്കുമ്പോൾ കാണുന്നത് ഇവരെ ആട്ടുകുഞ്ഞുങ്ങൾക്ക് ആട്ടിടയില്ലാത്ത ആട്ടുകുഞ്ഞിനെ പോലെ അവർക്ക് തോന്നിയ വഴിക്ക് പോവുകയാണ്, അല്ലെ. അവരെ നയിക്കാനോ അവരെ പ്രൊട്ടക്ട് ചെയ്യാനോ അവർക്ക് അവർക്ക് നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനോ അതിനൊന്നും ആളില്ലാത്ത, അല്ലെ, എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ചിന്നിച്ചിതറി നടക്കുന്ന പോലത്തെ ഒരു അവസ്ഥയാണ് ദൈവം കാണുന്നത്. അപ്പൊ അതാണ് ദൈവത്തിന് നമ്മളോടുള്ള ഒരു ആറ്റിറ്റ്യൂഡ്. അപ്പൊ അപ്പോസ്തലന്മാരോട് ദൈവം പറഞ്ഞത് അപ്പോസ്തലന്മാരെ രണ്ടുപേര് വെച്ച് വചനം സംസാരിക്കാനും പിന്നെ ദുരാത്മാക്കളെ ശരീരത്തിൽ ഓടിക്കാനായിട്ടുള്ള പവറും കൊടുത്ത് അവരെ പറഞ്ഞു വിട്ട് അവര് നല്ല വർക്ക് ചെയ്ത് അവർ തിരിച്ചു വന്നിട്ട് ദൈവത്തോട് സംസാരിക്കുന്നു, യേശുവിനോട് സംസാരിക്കുന്നു. അതിനെപ്പറ്റിയാണ് നേരത്തെ പറഞ്ഞത്. അപ്പൊ അവർക്ക് ഭക്ഷണം കഴിക്കാൻ സമയം കിട്ടില്ല, കാരണം ഭയങ്കര വർക്ക്, ഒരുപാട് പേര് വരുന്നു. പക്ഷെ യേശു പറഞ്ഞു, അപ്പൊ നമുക്ക് ഏതെങ്കിലും നമുക്കൊന്നല്ല, നിങ്ങൾ ഏതെങ്കിലും ഏകാന്തമായ സ്ഥലത്ത് പോയി ആശ്വസിക്കാൻ വന്നു. പക്ഷെ അപ്പോഴേക്കും ഒരു ബോട്ട് കയറി പോകുമ്പോ ആൾക്കാരെല്ലാം ചുറ്റും കൂടുന്നു, അല്ലെ. അപ്പം യേശു ലോകത്ത് വർക്ക് ചെയ്തുകൊണ്ട സമയത്ത് ജെറുസലേമിൽ നിന്നും ജൂഡയിൽ നിന്നും ഗലീലയിൽ നിന്നും എന്നുള്ള ആൾക്കാർ മാത്രമായിരുന്നില്ല വന്നുകൊണ്ടിരുന്നത്, പുറത്തുനിന്നുള്ള ആൾക്കാരും കൂടെ വന്നുകൊണ്ടിരുന്നു, അല്ലെ. സീഡോണിലും ടയറിൽ നിന്നുള്ള ആൾക്കാരെല്ലാം വന്നുകൊണ്ടിരുന്നു യേശുവിന്റെ അടുത്ത്. കാരണം എന്താ വെച്ചാല് അവർക്ക് മനുഷ്യർക്ക് പ്രോബ്ലങ്ങളാണ്, അല്ലെ. അവർ ദൈവത്തിന്റെ അടുത്തേക്ക് വന്നുകൊണ്ടിരുന്നത് പ്രോബ്ലങ്ങളാണ്, പലതരത്തിലുള്ള പ്രോബ്ലങ്ങൾ. അപ്പൊ പലതരത്തിലുള്ള പ്രോബ്ലങ്ങൾ ഉള്ളവര് അവരുടെ പ്രശ്നങ്ങളായിരിക്കുന്നത് അവർക്ക് സൊല്യൂഷന് വേണ്ടിയാണ് അവർ വന്നുകൊണ്ടിരിക്കുക. അവർക്ക് ഒരു പരിഹാരത്തിന് വേണ്ടിയാണ് വന്നുകൊണ്ടിരിക്കുക. ഇത് തന്നെയാണ് നമ്മുടെ ഈ ലോകത്തിലേക്ക് ഇന്ന് നോക്കിയാലും കാണുന്ന കാഴ്ച, അല്ലെ. മനുഷ്യര് പ്രോബ്ലത്തിലായിരിക്കുമ്പോൾ, ഓരോ തരത്തിലുള്ള പ്രശ്നങ്ങളായിരിക്കുമ്പോൾ അവർക്ക് അതിനുള്ള പരിഹാരം കിട്ടുന്നതിന് വേണ്ടി പലതിന്റെയും പുറകെ പോകുന്നു അവര്, അല്ലെ. അവർക്ക് പലർക്കും അറിയത്തില്ല, യേശുക്രിസ്തു എന്നുള്ള പേര് പോലും കേൾക്കാത്ത ആൾക്കാർ ഇന്നും ഉണ്ടെന്ന് വിചാരിച്ചോളെ, 2024 ഉണ്ടെന്ന് വിചാരിച്ചോളെ, അങ്ങനത്തെ ഒരു അവസ്ഥയാണ് ഇന്ന് ഉള്ളത്. അപ്പൊ അങ്ങനെയാകുമ്പോ നമുക്ക് ഈ ലോകത്തിലേക്ക് നോക്കുമ്പോ നമ്മളും അങ്ങനെയൊക്കെ തന്നെയായിരുന്നില്ല. യേശുവിനെ കണ്ടെത്തുന്നതിന് മുമ്പ്, അല്ലെ, യേശുവിനെ കണ്ടെത്തൂല, യേശു നമ്മളെ കണ്ടെത്തുന്നതിന് മുമ്പ് നമ്മളുടെ സിറ്റുവേഷൻ അങ്ങനെ തന്നെയായിരുന്നല്ലോ, അല്ലെ. നമ്മളുടെ ജീവിതത്തിലെ പലതരത്തിലുള്ള പ്രോബ്ലത്തിനും സൊല്യൂഷനും വേണ്ടി, അല്ലെ, നമ്മൾ പലതിന്റെയും പുറകെ പോയിട്ടുള്ള, പലതരത്തിലുള്ള അമ്പലങ്ങളിലും പലതരത്തിലുള്ള പള്ളികളിലും പലതരത്തിലുള്ള സ്ഥലങ്ങളിലും, അല്ലെ, പലരെയും ചെന്ന് കാണുന്നു, പലരുമായിട്ട് സംസാരിക്കുന്നു, പലരുടെ ഉപദേശങ്ങൾക്കായിട്ട് പോയിട്ടുണ്ട്. ഓരോ പ്രശ്നങ്ങൾ വരുമ്പോ, അല്ലെ, മനസ്സമാധാനം കിട്ടുന്നതിന് വേണ്ടി മറ്റുള്ളവരുടെ സഹായം വാങ്ങിക്കുന്നു, സംസാരിക്കുന്നു, അല്ലെ. അങ്ങനെ എന്നാ മനസ്സമാധാനം കിട്ടും അതുമില്ല, അല്ലെ. പലതരത്തിലുള്ള അമ്പലങ്ങളിൽ പോലും പലതരത്തിലുള്ള പൂജകൾ ചെയ്യുന്ന, പലതരത്തിലുള്ള എന്താ പറയാ വിച്ച് ക്രാഫ്റ്റ് വരെ നടത്തി നോക്കുന്ന ആൾക്കാരുണ്ട്, അല്ലെ. കൂടോത്രം അങ്ങനെയുള്ള കാര്യത്തിന് വേണ്ടി കൈ നോക്കാൻ പോകുന്നവരുണ്ട്. സമയദോഷമാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പല രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്ത് നോക്കുവാണ്. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാല് അവരായിരിക്കുന്ന പ്രശ്നത്തിന് ഒരു പരിഹാരത്തിന് വേണ്ടി, അല്ലെ. അവരുടെ
അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വ്യതയ്ക്ക് ഒരു പരിഹാരത്തിന് വേണ്ടി, അല്ലെ? അപ്പൊ അതാ പറഞ്ഞിരിക്കുന്നത്. നമ്മൾ സഖറിയ പ്രവാചകൻ എഴുതിയ ബുക്കിലേക്ക് പോകുമ്പോൾ നമ്മൾ 10ാമത്തെ ചാപ്റ്ററിൽ ഇത് പറയുന്നത് ജൂഡയിലുള്ള ആൾക്കാരെ പറ്റിയാണെങ്കിൽ, ഇസ്രായേലിലുള്ള ആൾക്കാരെ പറ്റിയാണെങ്കിൽ ഇവിടെ പറഞ്ഞിരിക്കുന്നെങ്കിൽ അത് ലോകത്തുള്ള സകല മനുഷ്യർക്ക് ആപ്ലിക്കബിൾ ആണ്, അല്ലെ? ഇവിടെ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് 10ാമത്തെ ചാപ്റ്ററിന്റെ സഖറിയ പ്രവാചകൻ എഴുതിയ പ്രോഫസിന്റെ 10ാമത്തെ ചാപ്റ്റർ 2ാമത്തെ വാക്ക് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, ഗൃഹബിംബങ്ങൾ മിഥ്യത്വം സംസാരിക്കും, ലക്ഷണം പറയുന്നവർ വ്യാജം ദർശിച്ചു വൃത്തസ്വപ്നം പ്രസ്താവിച്ചു വ്യത ആശ്വസിപ്പിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് അവർ ആടുകളെ പോലെ പുറപ്പെട്ടു ഇടയൻ ഇല്ലായ്കൊണ്ട് വലഞ്ഞിരിക്കുന്നു, അല്ലെ? അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ പ്രശ്നത്തിന്റെ പരിഹാരത്തിനായിട്ട് ആൾക്കാർ പല കാര്യങ്ങളും ചെയ്യുമ്പോൾ, പല സ്ഥലങ്ങളിലും പോകുമ്പോൾ, പല പൂജകളും ചെയ്ത് കാശ് മുഴുവൻ മുടിക്കുമ്പോൾ, അല്ലെ? നേരത്തെ ആ സ്ത്രീയെ പോലെ, ഏതാ രക്തസ്രാവക്കാരിയായ സ്ത്രീയെ പോലെ, അല്ലെ? അവര് 12 വർഷം കഷ്ടപ്പെട്ടു. അവര് കയ്യിലുള്ള മണി മുഴുവൻ കൊടുത്ത് അവര് സകലവിധത്തിലുള്ള ഡോക്ടർമാരെ ചെന്ന് കണ്ടു, അല്ലെ? അവരുടെ പ്രശ്നത്തിന് പരിഹാരമായിട്ട്. പക്ഷെ അവര് ഒരൊറ്റ പരിഹാരം മാത്രമുള്ള അവരുടെ പ്രശ്നത്തിന്. ആരാ? യേശു ക്രിസ്തു മാത്രം, അല്ലെ? ക്രോസ് ഓഫ് കാൽവരിയിൽ യേശു ചെയ്തത് ആണ് നമ്മളുടെ സകല മനുഷ്യരാശിയുടെ ഉള്ള പ്രശ്നത്തിനുള്ള പരിഹാരം. യേശു ക്രിസ്തു നമ്മൾക്ക് വേണ്ടി എന്താണ് ചെയ്തത് ക്രോസ് ഓഫ് കാൽവരിയിൽ, അല്ലെ? അതാണ് നമ്മളുടെ സകല പ്രശ്നത്തിനുള്ള പരിഹാരം, അല്ലെ? അവിടെ യേശു ക്രിസ്തു നമ്മൾക്ക് ഒരു ജീവൻ തരുകയും ചെയ്തു. നമ്മളുടെ പ്രശ്നപൂരിതമായിരുന്ന, പാപം പൂരിതമായിരുന്ന ജീവിതത്തെ ദൈവം എടുത്തിട്ട് നമ്മൾക്ക് മനസ്സമാധാനവും ആശ്വാസവും ഉള്ള ഒരു ജീവൻ നമുക്ക് നമ്മുടെ യേശു ക്രിസ്തു തരുകയും ചെയ്തിരിക്കുന്നത്. അപ്പൊ യേശുവാണ് നമ്മളുടെ റിയൽ ഷെപ്പേർഡ്, റിയൽ ആട്ടിടയനല്ല. അപ്പൊ യേശുവിലേക്ക് വരികയാണെങ്കിൽ യേശു അവനാണ് നമ്മളുടെ വെളിച്ചം, അവനാണ് നമ്മളുടെ ശക്തി, അവനാണ് നമ്മളുടെ പരിച, അല്ലെ? യേശു കൂടി ഉണ്ടെങ്കിൽ നമുക്ക് പേടിക്കേണ്ട കാര്യമില്ല. യേശു ദൈവമാണ്, യേശു കൂടെ നമുക്ക് പേടിക്കേണ്ട കാര്യമില്ല. അപ്പൊ യേശുവാണ് പരിഹാരമെങ്കിൽ, ഈ ലോകത്തുള്ള മനുഷ്യരുടെ പ്രോബ്ലത്തിനുള്ള പരിഹാരം യേശു ആണെങ്കിൽ, ആ യേശുവിനെ എത്തിച്ചു കൊടുക്കുക അവർക്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ള ഒരു വലിയൊരു വർക്ക് അത് നമ്മളിൽ ദൈവം നിക്ഷിപ്തമാക്കിയിരിക്കുക, അല്ലെ? പക്ഷെ അത് നമ്മൾ ചെയ്യുന്നില്ല എങ്കിൽ ദൈവത്തിന്റെ കമാൻഡ്മെന്റ് നമ്മൾ അത് മുറിക്കുക തന്നെ ചെയ്യുന്നത്, അല്ലെ? അപ്പൊ നമ്മളോട് എല്ലാവരോടും ദൈവം പറഞ്ഞിരിക്കുന്ന ദൈവം യേശുക്രിസ്തു രാജാവാണല്ലോ. അപ്പൊ യേശു കമാൻഡ് തരുവാണ് ചെയ്യുന്നത്, അല്ലെ? ആജ്ഞാപിക്കുകയാണ് ചെയ്യുന്നത്, അല്ലാതെ സജസ്റ്റ് ചെയ്യല്ല. അല്ലെങ്കിൽ സജസ്റ്റ് നിങ്ങൾ ഇങ്ങനെ ചെയ്താൽ കൊള്ളാമായിരുന്നു അങ്ങനെ പറയുന്നില്ല ചെയ്യുന്നത്, അല്ലെ? യേശു രാജാവാണ്, അല്ലെ? യേശു പറയുന്നത് നിങ്ങളിത് ചെയ്തേ പറ്റുള്ളൂ, അല്ലെ? ഇത് നിങ്ങൾക്ക് ഞാൻ തരുന്ന ഒരു കമാൻഡാണ്, അതുകൊണ്ട് നിങ്ങൾ ചെയ്തേ പറ്റത്തുള്ളൂ. ഗോസ്പൽ ഷെയർ ചെയ്യാന്നുള്ള കാര്യം ദൈവം നമുക്ക് എല്ലാവരോടും പറഞ്ഞിരിക്കുന്ന കാര്യമാണ്, അല്ലാതെ കുറച്ച് പാസ്റ്റർമാരോടോ കുറച്ച് പ്രീച്ചർമാരോട് കുറച്ച് ഇവാഞ്ചലിസ്റ്റോട് മാത്രം പറഞ്ഞിരിക്കുന്ന കാര്യമല്ല, എല്ലാവരോടും പറഞ്ഞിരിക്കുന്ന കാര്യമാണ്, അല്ലെ? അപ്പൊ നമുക്കറിയാം യേശുവിന്റെ ഉയർത്തെഴുന്നേൽപ്പിന് ശേഷം പത്രോസിനെയും കൂട്ടരെയും കാണുമ്പോൾ യേശു പത്രോസിനോട് ഇങ്ങനെ ചോദിക്കുന്ന കാര്യമുണ്ട്. പീറ്റർ, എന്താ പറയുക, സൈമൺ, അല്ലെ? ജോനയുടെ മകനായ സൈമൺ, നീ എന്നെ സ്നേഹിക്കുന്നുവോ, അല്ലെ? ഇത് എല്ലാത്തിനേക്കാൾ ഉപരിയായിട്ട് നീ എന്നെ സ്നേഹിക്കുന്നുവോ? അപ്പൊ ചോദിക്കുമ്പോ സൈമൺ എന്താ പറയുന്നത്? യെസ് ലോർഡ്. അങ്ങനെ പറയുമ്പോൾ നീ എന്റെ ഷീപ്പിന്, എന്റെ ലാമ്പിനെ ഫീഡ് ചെയ്യും, അല്ലെ? പിന്നെയും ചോദിക്കുന്നു, ജോനയുടെ മകനായിട്ടുള്ള സൈമൺ, നീ എന്നെ സ്നേഹിക്കുന്നു? അത് നീ എന്താ പറയണേ, എന്റെ ഷീപ്പിനെ, എന്റെ ആട്ടുകുഞ്ഞുങ്ങൾ നീ നയിക്കുകയല്ല? പിന്നെയും ചോദിക്കുക അതേ ക്വസ്റ്റ്യൻ തന്നെ. ജോനയുടെ മകനായിട്ടുള്ള സൈമൺ, നീ എന്നെ സ്നേഹിക്കുന്നു? അങ്ങനെയാണെങ്കിൽ എന്റെ ആട്ടുകുഞ്ഞുങ്ങൾക്ക് നീ ഭക്ഷണം കൊടുക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ദൈവം ചോദിക്കുന്ന ഒരു കാര്യം ഇതാണ്. പീറ്ററിനോട് ചോദിച്ച ചോദ്യം ഇന്ന് നമ്മളോട് എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യം, നീ എന്നെ സ്നേഹിക്കുന്നുവോ? നീ എന്നെ സ്നേഹിക്കുന്നെങ്കിൽ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാല് എനിക്ക് എന്റെ ആട്ടുകുഞ്ഞുങ്ങൾ നയിക്കുക. അപ്പൊ ഫസ്റ്റ് ഓഫ് ഓൾ ആട്ടുകുഞ്ഞുങ്ങൾ നയിക്കണേ ആട്ടുകുഞ്ഞുങ്ങൾ വേണമല്ലോ, അല്ലെ? അപ്പൊ ആട്ടുകുഞ്ഞുങ്ങളെ ഈ ലോകത്തിൽ നിന്ന് അവർ നഷ്ടപ്പെട്ടു പോയിരിക്കുന്ന ആൾക്കാരെ അവർ തിരിച്ച് എന്റെ കിങ്ഡത്തിലേക്ക് കൊണ്ടുപോകും, എന്നിട്ട് അവരെ നയിക്കുക, അല്ലെ? അതാ പറഞ്ഞിരിക്കുക, ദൈവത്തിലേക്ക് കൊണ്ടുപോവുക എന്നാണ് ദൈവം പറയുന്നത്, നമ്മളോട് പറയുന്ന കാര്യം അത്, അല്ലെ? അപ്പൊ നമ്മളത് കൃത്യമായിട്ട് ചെയ്തിരിക്കണം, നമ്മളത് കൃത്യമായിട്ട് ചെയ്യുക തന്നെ ചെയ്യണം. ചെയ്തില്ലെങ്കിൽ അത് നമ്മുടെ പേരിലുള്ള കുറ്റമാണ്, അത് തെറ്റാണ്, പാവമാണ്, അല്ലെ? ദൈവത്തിന്റെ കമാൻഡ്മെന്റ് മുറിക്കുക എന്ന് പറഞ്ഞത് പാപമാണ്. ആ പാപം ചെയ്യാൻ പോകരുത് നമ്മൾ ഒരിക്കലും. അപ്പൊ നമ്മൾ ഗോസ്പിൾ ആദ്യം ഒക്കെ പറയുമ്പോൾ പലർക്കും ഉള്ള പ്രശ്നം എന്ന് വെച്ചാൽ, ഗോസ്പിൾ പറയുമ്പോൾ മറ്റുള്ളവർ അത് ഏറ്റെടുക്കുന്നില്ല, മറ്റുള്ളവർ അത് കൈക്കൊള്ളാൻ തയ്യാറല്ല എന്നൊരു ഇതുണ്ട്, അല്ലെ? പലപ്പോഴും പറയുകയല്ലേ, ഞാൻ എത്രമാത്രം പറഞ്ഞിട്ട് ആൾക്കാർ ഒന്നും ഗോസ്പിൾ കേൾക്കാൻ താല്പര്യമില്ല. പക്ഷെ അപ്പൊ അത് ദൈവം തന്നെ നമുക്കറിയാം പറഞ്ഞിരിക്കുന്ന കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോ 1 കൊരിന്ത്യർക്കെഴുതിയ ലേഖനത്തിന്റെ 2ാമത്തെ ചാപ്റ്ററിലേക്ക് പോകുമ്പോൾ
ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്. ഒരു മിനിറ്റ്. ഒന്നാമത്തെ കൊരിന്ത്യരുടെ 2-ാമത്തെ ചാപ്റ്ററിന്റെ 14-ാമത്തെ വാക്കില് നമ്മൾ ഇങ്ങനെ കാണുന്നത് എന്താ വെച്ചാൽ, ദൈവം ഇങ്ങനെയാ പറഞ്ഞിരിക്കുന്നത്, എന്നാൽ പ്രാകൃത മനുഷ്യർ ദൈവാത്മാവിന്റെ ഉപദേശം കൈക്കൊള്ളുന്നില്ല, അത് അവന് പോഷത്വം ആകുന്നു, ആത്മീയമായി വിവേചിക്കേണ്ടതാകിയാൽ അത് അവന് ഗ്രഹിപ്പാൻ കഴിയുന്നതല്ല. അപ്പൊ നമ്മള് ആദ്യമൊക്കെ ചെന്ന് ഗോസ്പൽ ആരോടൊക്കെ പറഞ്ഞു കഴിയുമ്പോ ചിലരെങ്കിലും അല്ലെ, ചിലന്നല്ല മിക്കവാറും ആൾക്കാര് അത് തള്ളിക്കളയും അല്ലെ. അപ്പൊ അത് ദൈവം ഇവിടെ പറഞ്ഞിരിക്കുന്നത് വെച്ചാല് പ്രാകൃതമായിട്ടുള്ള മനുഷ്യൻ ദൈവാത്മാവിന്റെ ഉപദേശം കൈക്കൊള്ളുന്നില്ല അല്ലെ. കാരണം ദൈവാത്മാവിന്റെ ഉപദേശം, ഗോസ്പൽ എന്ന് പറയുമ്പോൾ ദൈവത്തിൽ നിന്നുള്ളതാകുമ്പോ അത് കൈക്കൊള്ളുന്നത്, അത് ഈസി ആയിട്ട് കൈക്കൊള്ളുന്ന ആരായിരിക്കും? ദൈവത്തിൽ നിന്നുള്ളവരായിരിക്കും. ഹോളി സ്പിരിറ്റ് ഗോഡ് ഉള്ളവരെ ഈസി ആയിട്ട് അത് അക്സെപ്റ്റ് ചെയ്യത്തുള്ളൂ. പക്ഷെ ഇത് നമ്മൾ ചെന്ന് ആദ്യമൊക്കെ പറയുമ്പോൾ ഗോസ്പൽ ചെയ്യുമ്പോൾ ആൾക്കാർ പലരും തള്ളി പറയുമ്പോൾ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കിയാൽ മതി, അവരുടെ ഉള്ളിൽ ഹോളി സ്പിരിറ്റ് ഗോഡ് ആ സമയത്തില്ല. പക്ഷെ എന്നും പറഞ്ഞുകൊണ്ട് നമ്മളോട് ഗോസ്പൽ പറയണ്ട, അവരോട് ആരോടും ഗോസ്പൽ പറയണ്ട ദൈവം പറഞ്ഞിട്ടില്ല. ഇന്ന് ഹോളി സ്പിരിറ്റ് ഗോഡിലാതെ നിൽക്കുന്ന ആൾക്കാർക്ക് നാളെ ദൈവത്തെ യേശുക്രിസ്തുവിന്റെ രക്ഷകനായിട്ട് സ്വീകരിച്ച് ഹോളി സ്പിരിറ്റ് ഗോഡ് അറിയാൻ വയ്യ എന്നുള്ള ഒരു ഗ്യാരണ്ടി ഒന്നും ഇല്ലല്ലോ അല്ലെ. ഏത് നേരത്ത് വേണമെങ്കിലും ആർക്കും വേണമെങ്കിലും യേശുക്രിസ്തുവിനെ അക്സെപ്റ്റ് ചെയ്യുക, സ്വീകരിക്കുക, അങ്ങനെ ഒരു ഹോളി സ്പിരിറ്റ് ഗോഡ് കൊണ്ട് നിറയും അല്ലെ. അങ്ങനെയാകുമ്പോ നമ്മളൊരു കാര്യം മനസ്സിലാക്കുക, എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളോട് ഗോസ്പൽ പറയാനാ പറഞ്ഞിരിക്കുന്നത്, ബാക്കി വർക്ക് ചെയ്യുന്ന യേശുക്രിസ്തുവാണ് അല്ലെ. ബാക്കി വർക്ക് ഹോളി സ്പിരിറ്റ് ഗോഡ് വഴി യേശുക്രിസ്തു ചെയ്തു. നമ്മള് അതിനെപ്പറ്റി ബോധേണ്ട ആവശ്യമില്ല. ഒന്ന് വിചാരിച്ചു നോക്ക്, യേശു തന്റെ ക്രൂസിലെ മരണത്തിന് മുമ്പ് ജെറുസലേമിലും യൂദയിലും ഗലീലയിലും നസറേത്തിലും എല്ലാം ഓടി നടന്ന ആ ഏരിയ മൊത്തം അദ്ദേഹം ഗോസ്പല് പറയും, ഗുഡ് ന്യൂസ് പറയുകയും ദൈവത്തിന്റെ കിങ്ഡത്തെ പറ്റി പഠിപ്പിക്കുകയും ഒരുപാട് പേരെ സൗഖ്യമാക്കുകയും ഒരുപാട് പേരുടെ ശരീരത്തിൽ നിന്ന് ദുരാത്മാക്കൾ ഓടിക്കുകയൊക്കെ ചെയ്തിട്ട് പോലും എത്ര പേര് അന്ന് യേശു വിശ്വസിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. വളരെ കുറച്ചു പേരെ വിശ്വസിച്ചുള്ളൂ. അപ്പൊ അങ്ങനെ നോക്കുമ്പോ അന്ന് അവിടെ ചെയ്തിരുന്ന വർക്കുകളൊക്കെ ദൈവം വേസ്റ്റ് ആയിട്ട് ചെയ്തതാണോ? അല്ല അല്ലെ. അപ്പൊ അന്ന് അവിടെ ആൾക്കാർ സ്വീകരിച്ചിട്ടില്ല. പക്ഷേ അത് യേശു എന്താ ചെയ്തത്? ഒരു ഫൗണ്ടേഷൻ ഇടുക ചെയ്തത്, ഫൗണ്ടേഷൻ ഇട്ട് വെക്കുക ചെയ്തത്. അതിനുശേഷം യേശുവിന്റെ മരണത്തിനും എഴുന്നേപ്പിന് ശേഷം ഹോളി സ്പിരിറ്റ് ഗോഡ് വന്ന് നിറഞ്ഞു കഴിയുമ്പോഴേക്കും അല്ലെ, തങ്ങൾക്ക് കിട്ടിയ യേശുവിൽ നിന്ന് കിട്ടിയ അറിവ് വഴി എന്താ പറയണേ, പീറ്ററും ബാക്കിയുള്ള ശിഷ്യന്മാർ ഏറ്റെന്ന് പ്രസംഗിച്ചു കഴിഞ്ഞപ്പോൾ 3000 പേരൊക്കെ ഒറ്റയടിക്ക് അങ്ങോട്ട് രക്ഷിക്കപ്പെടുന്ന ഒരു കാഴ്ചയാണ്. അപ്പൊ യേശു അവിടെ ഒരു ഫൗണ്ടേഷൻ ഇട്ട് വെച്ചിരുന്നു ഓൾറെഡി അല്ലെ. പിന്നെ നമുക്ക് പീറ്ററിന്റെ ഒക്കെ വർക്ക് എടുത്ത് നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും, അവരെ യേശു എന്താണ് ചെയ്തത് അതുപോലത്തെ വർക്കുകൾ മാത്രം ചെയ്യുന്നത്. അവർക്ക് ട്രെയിനിങ് കൊടുക്കുകയാണ് യേശു ചെയ്തത് അല്ലെ. അപ്പൊ ട്രെയിനിങ് കിട്ടി. അപ്പൊ അവര് ആ ട്രെയിനിങ് വഴി അവരുടെ വർക്ക് അതേപോലെ തന്നെ അങ്ങോട്ട് അവര് മുന്നേ എന്താ പറയാ അങ്ങോട്ട് നയിക്കുകയോ ചെയ്തിരിക്കുന്നത്. അപ്പൊ അവരെ ട്രെയിൻ ചെയ്യാനും ഒരുപാട് പേരെ പറ്റി ദൈവത്തിന്റെ കിങ്ഡത്തെ പറ്റി പറയാനും എന്താ പറയുക, അവര് അന്ന് യേശുവിനെ സ്വീകരിക്കാതിരുന്നെങ്കിൽ പോലും അല്ലെ, അതിനെപ്പറ്റി യേശു ബോധനായിട്ടുണ്ടായിരുന്നേ ഇല്ല. അപ്പൊ സ്വീകരിച്ചില്ലെന്ന് ഞാൻ പറയാനുള്ള കാര്യം വെച്ചാൽ വളരെ കുറച്ച് പേര് സ്വീകരിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. നമുക്ക് രക്തസ്രാവക്കാരിയ സ്ത്രീ ദൈവത്തെ സ്വീകരിച്ചു, ജൈറസ്, പിന്നെ അങ്ങനെ വളരെ കുറച്ച് ആൾക്കാര് യേശുക്രിസ്തു സ്വീകരിച്ചിട്ടുണ്ട്. ബാക്കി ഈ അപ്പം കഴിക്കാൻ വന്നവരും തോപ്പമാക്കം വന്നവരും ആരും തന്നെ യേശുവിനെ സ്വീകരിച്ചിട്ടുണ്ടായിരുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റത്തില്ല. അന്ന് എന്താ പറയുക, ഗോൽക്കൊത്തയില് യേശുവിനെ ക്രൂശിലേറ്റുന്ന സമയത്ത് ആൾക്കാരൊക്കെ നിന്ന് കളിയാക്കുമായിരുന്നു അല്ലെ. അന്ന് കളിയാക്കിയ അതേ ആൾക്കാര് ചിലപ്പോ യേശു പഠിപ്പിച്ചവരുടെ കൂട്ടത്തിലുണ്ടായിരുന്നായിരിക്കാം, നുറുക്കി അപ്പം നുറുക്കി കൊടുത്തവരുടെ കൂട്ടത്തിലുണ്ടായിരുന്നായിരിക്കാം, അവരെല്ലാം കൂടെ ഉണ്ടായിരുന്ന ആൾക്കാരായിരുന്നായിരിക്കാം ഒരുപക്ഷെ. പക്ഷെ എന്നിട്ടും കളിയാക്കുക. പക്ഷെ ആ ആൾക്കാർക്ക് പിന്നീട് മാനസാന്തരം വന്നില്ല എന്ന് നമുക്ക് പറയാൻ ഒരു മാർഗവുമില്ല അല്ലെ. പിന്നീട് മാനസാന്തരം വന്നിട്ടില്ല എന്ന് നമുക്ക് നമുക്ക് അറിഞ്ഞുകൂടാ. കാര്യം എന്താണെന്ന് വെച്ചാൽ ഹോളി സ്പിരിറ്റ് ഗോഡ് വന്നതിന് ശേഷം ഒരുപാട് പേര് രക്ഷിക്കപ്പെടുക തന്നെ ചെയ്തു അല്ലെ. അപ്പൊ യേശു അത് ഒരു ഫൗണ്ടേഷൻ ഇടുക ചെയ്തു. അപ്പൊ ഞാൻ എന്താ പറയാൻ ഉദ്ദേശിച്ചു വെച്ച് കഴിഞ്ഞാല്, യേശുവിന്റെ നാമത്തിൽ നമ്മൾ ചെയ്യുന്ന ഒരു വർക്ക് പോലും നഷ്ടപ്പെട്ടു പോകുന്നില്ല. ഒരു കാര്യം പോലും ഒരിക്കലും നഷ്ടപ്പെട്ടു പോകുന്നില്ല അല്ലെ. നമ്മൾ ഇന്ന് പറഞ്ഞിട്ട് ഗോസ്പല് പറഞ്ഞിട്ട് സ്വീകരിക്കാതിരിക്കുന്ന ആൾക്കാരുടെ ഉള്ളില് അന്ന് ദൈവം നമ്മൾ വഴി പറഞ്ഞ കാര്യം അവരുടെ ഉള്ളിൻ്റെ അവരുടെ ആത്മാവിന്റെ ഉള്ളിലുണ്ട്. അത് തക്ക സമയത്ത് ദൈവം ഇത് ഉപയോഗിച്ചോളും അല്ലെ. തക്ക സമയത്ത് ഉപയോഗിച്ചോളും. അപ്പൊ ആൾക്കാർ പറഞ്ഞിട്ട് കേൾക്കുന്നില്ല, അവര് അക്സെപ്റ്റ് ചെയ്യുന്നില്ല, സ്വീകരിക്കുന്നില്ല എന്നും പറഞ്ഞുകൊണ്ട് നീ പറഞ്ഞാൽ പോകുന്നൊന്നുമില്ല, എത്രയും നാളും ഗോസ്പൽ പറഞ്ഞിട്ട് ഒരു രക്ഷയില്ല, ആരും കേൾക്കുന്നില്ലെന്ന് പറഞ്ഞ് നമ്മള് വിഷമിക്കേണ്ട കാര്യമേ ഇല്ല. നമ്മൾ അങ്ങ് പറയുക, ബാക്കി വർക്ക് ദൈവം നോക്കിക്കോളും അല്ലെ. അപ്പൊ എന്താ പറഞ്ഞ
ദൈവത്തിന്റെ കിങ്ഡത്തെ പറ്റി ഇങ്ങനെയല്ല പറഞ്ഞിരിക്കുന്നത്. ഒരു വിത്ത് വിതയ്ക്കാൻ പോയ അയാള് വിത്ത് വിതയ്ക്കുന്നു. അയാള് രാത്രി വന്ന് കടന്നുറങ്ങുന്നു. ആ ഭൂമി അതിനെ എന്താ പറയുക, ആ വിത്തിനെ കിളിർപ്പിക്കുന്നു. അതിന് ഉം ഇലകൾ വരുന്നു. അത് ചെടിയായി വളരുന്നു. അതിന് എന്താ പറയണെ, അതിന്റെ ഏം, ഉം, ഇത് ഫലം കായ്ക്കുന്നു. ഫലം കായ്ച്ചു കഴിയുമ്പോഴേക്ക് ആ കൃഷിക്കാരൻ ചെന്ന് അതിനെ കൊയ്യാൻ വേണ്ടി ചെല്ലുന്നു അല്ലെ. അപ്പൊ അതുപോലെയാണ് നമ്മൾ ഗോസ്പൽ ഷെയർ ചെയ്യുക, ബാക്കി കാര്യം ദൈവം നോക്കിക്കൊള്ളും അല്ലെ. നമ്മൾ ഗോസ്പൽ പറയുക, നമ്മൾ ഗോസ്പൽ പറയാതിരിക്കരുത് അല്ലെ. നമ്മൾ പറയാതിരുന്നാലാണ് പ്രശ്നം. പറയാതിരിക്കുമ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചാല്, നമ്മൾ പറയാതെ ഇരിക്കുന്ന ആൾക്കാരും ഈ ലോകത്തുള്ള ആൾക്കാരും രക്ഷിക്കപ്പെട്ടു പോകത്തില്ല. നമ്മള് ദൈവത്തിന്റെ കമാൻഡ്മെന്റ് മുറിക്കുന്നതുകൊണ്ട്, നമ്മൾ ദൈവത്തിന്റെ എന്താ പറഞ്ഞ വാക്ക് നമ്മള് അനുസരിക്കാത്തോണ്ട് നമ്മളും പാപത്തിലായി തീരുക തന്നെ ചെയ്യും അല്ലെ. അപ്പൊ ദൈവത്തിന്റെ വാക്ക് അനുസരിക്കാതിരിക്കുക എന്ന് പറഞ്ഞാല് അത് പാപം ചെയ്യുന്നതാണ് അല്ലെ. നമ്മള് ദൈവത്തിന്റെ വാക്ക് അനുസരിക്കുക തന്നെ വേണം. അപ്പൊ ദൈവത്തിന്റെ വാക്ക് അനുസരിക്കാതെ എന്ത് ചെയ്യുന്നു, അതെല്ലാം പാപമാണല്ലോ. അപ്പൊ നമ്മള് പാപത്തിലായി പോവുക തന്നെ ചെയ്യും അല്ലെ. അപ്പൊ അവരുടെയും കാര്യം കഷ്ടത്തിൽ, നമ്മുടെയും കാര്യം കഷ്ടത്തിലായിരിക്കും. അപ്പൊ അങ്ങനെ ആകാതിരിക്കുക അല്ലെ. ദൈവം നമുക്ക് തന്നിരിക്കുന്ന കമാൻഡ്മെന്റ് ആണ് ഗോസ്പൽ ഷെയർ ചെയ്യുക എന്നുള്ളത്. അത് കൃത്യമായിട്ട് ചെയ്യുക. അപ്പൊ അതിനെപ്പറ്റിയാണ് എനിക്ക് പറയാനുള്ളത് അല്ലെ. ദൈവത്തിന്റെ ഹൃദയം മനസ്സിലാക്കുക, യേശുവിന്റെ ഹൃദയം മനസ്സിലാക്കുന്ന വ്യക്തികളാകട്ടെ നമ്മൾ. അപ്പൊ അതിനെപ്പറ്റിയാണ് പറയുള്ളൂ. അപ്പൊ നമുക്കൊന്ന് പ്രാർത്ഥിച്ചു നിർത്താം. കർത്താവേ, ഈ സമയത്ത് നന്ദി പറയുന്ന കർത്താവേ, ഞങ്ങൾക്ക് ഗോസ്പൽ ചെയ്യാനുള്ള കൃപ തരണമെന്ന് അപേക്ഷിക്കുന്നു. കർത്താവേ, അങ്ങയുടെ മനസ്സ് മനസ്സിലാക്കിയ വ്യക്തികളാകണമെന്ന് ഞങ്ങളെ ആക്കണമെന്ന് അപേക്ഷിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ കർത്താവേ, ഞങ്ങൾ ക്ഷമിച്ച് നോക്കി ഞങ്ങൾ ഗോസ്പൽ ഷെയർ ചെയ്തിട്ടില്ല എങ്കിൽ അതിനുള്ള കൃപ ഇനി ഞങ്ങൾക്ക് തരണമെന്ന് അപേക്ഷിക്കുന്നു. കർത്താവേ, ഇനി അങ്ങോട്ട് വരുന്ന കാലങ്ങളിൽ കർത്താവേ, ഞങ്ങൾ എവിടെ പോയാലും കർത്താവ് ഒരാളോടെങ്കിലും ഗോസ്പൽ പറയാതെ തിരിച്ചു വരാനുള്ള ഇടവരുത്തില്ല കർത്താവ്. ലോർഡ് ഫാദർ, ഞങ്ങൾക്ക് മറ്റുള്ളവരോട് പറയാനുള്ള കൃപ തരണേ, ധൈര്യം തരണേ. യേശുവിന്റെ നാമത്തിൽ ആമേൻ. ഇന്ന് കേട്ടോണ്ടിരിക്കുന്ന ആൾക്കാരെ ഓർത്തെല്ലാം പ്രാർത്ഥിക്കുന്ന അനുഗ്രഹിക്കുന്ന അപേക്ഷിക്കുന്ന യേശുവിന്റെ നാമത്തിൽ ആമേൻ. ഇത് കേട്ടാൽ നന്ദി. ദൈവത്തിനാമത്തിൽ മാത്രം ഉണ്ടാകട്ടെ.